ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ. അത് മാത്രമല്ല, സമ്പത്തും മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു പോയ എത്രയോ മഹാന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒന്ന് ചിന്തിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ. റോമിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരികയാണ്, ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ആരാണ് കടന്നു വന്നത്? മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റോമിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയാണ്. ലോകത്തൊരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട്. ആദം നബി മുതലുള്ള അന്ത്യപ്രവാചകനായിട്ടൊരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട്. ഇസ്മുഹു മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. പ്രവാചകന്റെ പേരെങ്ങനെയാണ്? ഒരു മതത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, ആരും പങ്കുചേർക്കുകയില്ല. ആ പടച്ചവന്റെ മുന്നില് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പോലീസെന്നോ കള്ളനെന്നോ ഡോക്ടറെന്നോ രോഗിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. അള്ളാഹുവിന്റെ അടിമ എന്നാണ് എല്ലാവരുടെയും പേര്. എത്ര വലിയ പണക്കാരനാകട്ടെ, നാട്ടു വലിയ പ്രമാണിയാകട്ടെ, അള്ളാഹുവിന്റെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ഓടി വന്ന ആരാണ് ഒന്നാമത്തെ സഫിലേക്ക് ഓടി വരുന്നത്? അവൻ നമസ്കരിച്ച് ഒന്നാമത്തെ സഫ് പൂർത്തിയായ നാട്ടിലെ കൂലിപ്പണിക്കാരനാ, നാട്ടിൽ ആടുമേച്ച് നടക്കുന്ന സാധാരണയിൽ അരപ്പട്ടിണിക്കാരനായ മുഴുപ്പട്ടിണിക്കാരനായ മനുഷ്യനാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ സഫ് പൂർത്തിയാവുകയാണ്. രണ്ടാമത്തെ സഫിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആ നാട്ടിലെ വലിയ വലിയ പണക്കാരനാ, കോടീശ്വരനാ, വലിയ ഹാജിയാരാ, ഒരുപാട് സാമ്പത്തികമായി ദീനിന് വേണ്ടി കൊടുക്കുന്നവനാ എന്ന് കരുതി ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ പിടിച്ചു മാറ്റി ഒന്നാമത്തെ സഫിലേക്ക് പണക്കാരനെ കൊണ്ടുവന്ന് സ്ഥാപിക്കലില്ല. ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ കാലിന്റെ ചുവട്ടിലാണ് ഈ പണക്കാരൻ തല കൊണ്ടുവന്ന് വെക്കേണ്ടത്. അവിടെ പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല. പാവപ്പെട്ടവനും വിളിക്കുന്നവനല്ല, പണക്കാരനും വിളിക്കുന്നവനെയല്ല. അങ്ങനെയുള്ള പടച്ച തമ്പുരാനില്ലേ ഒരു മതം ഇറങ്ങിയിട്ടുണ്ട്. ആ മതത്തെ കുറിച്ച് പഠിക്കുകയാണ്. ആദം നബി മുതൽ ഹദവനേകിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീൻ ഇസ്ലാം. ഈ ദുനിയാവിൽ സൃഷ്ടികളെല്ലവർ കീഴ്വണങ്ങിയിടുന്നുണ്ട് ഹദവനെ. അവനെ അനുസരിച്ചിടണം മധുജനം, അതിനാൽ നൽകിയ ദീൻ ഇസ്ലാം. ആദം നബി മുതൽ ഹദവനേകിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീൻ ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ കുറിച്ച് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറയുകയാ. അങ്ങനെ മക്കയിലേക്ക് കടന്നു വരുന്നു. വലിയ കോടീശ്വരനാ, വലിയ സമ്പത്തുള്ളവനാ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയുടെ ചാരത്ത് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുകയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ റോമിൽ നിന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ ഞാൻ അറിഞ്ഞു നബിയേ. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഇസ്ലാം മതം കൊണ്ട് വിശ്വസിക്കുകയാണ് നബിയേ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല നബിയേ. അങ്ങ് അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണെന്ന് വിശ്വസിക്കുന്നു നബിയേ. അങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പതാകയുടെ കൊടിക്കീഴില് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അംഗരക്ഷകനാവുകയാണ്. മുത്തനബി തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയാ. അങ്ങനെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു സമ്പത്തുടയവനാ, ഒരുപാട് കോടീശ്വരനാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ മക്കയുടെ പരിസരത്ത് മക്ക കുഫാറുകൾ തടയുകയാണ്. ഏ സുഹൈബ് റൂമി,
നിന്റെ സമ്പത്ത് ഇത് മക്കയിൽ നിന്നുണ്ടായതാണ്, മക്കയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി മുതല, ഇത് മദീനയിൽ കൊണ്ടുപോകാൻ കഴിയില്ല, ഇത് വിട്ടുതരാൻ കഴിയില്ലെന്നും മക്കയുടെ കുഫാറുകൾ വിളിച്ചു പറഞ്ഞപ്പോ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? എന്റെ സമ്പത്ത് എനിക്ക് വലുതാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല, എന്റെ വാപ്പ തന്ന മുതലാണല്ലോ, എന്റെ മുൻഗാമികൾ എനിക്ക് തന്ന സമ്പത്താണല്ലോ, എന്റെ 2 നില വീട് എനിക്ക് കളയാൻ പറ്റൂല, എന്റെ വാഹനങ്ങൾ എനിക്ക് കളയാൻ പറ്റൂല, എന്റെ സമ്പത്തുകൾ എനിക്ക് കളയാൻ പറ്റൂല, എന്റെ തോട്ടങ്ങൾ എനിക്ക് കളയാൻ പറ്റൂല എന്ന് ചിന്തിച്ചില്ല എന്റെ പ്രിയമുള്ളവര്. സ്വഹാബത്തിന്റെ ചരിത്രമൊന്നും മനസ്സ് തുറന്ന് കേൾക്കേണ്ട മനുഷ്യരാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാകുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? തന്റെ സമ്പത്ത് മുഴുവനും അതാ മക്കയിൽ വലിച്ചെറിയുകയാ. അല്ലാഹുവേ, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. എനിക്ക് അല്ലാഹുവേ സമ്പത്ത് വേണ്ടടാ, എനിക്ക് എന്റെ തോട്ടങ്ങൾ വേണ്ടടാ, എനിക്ക് എന്റെ ദിനാറുകൾ വേണ്ടടാ, എനിക്ക് എന്റെ അടിമകൾ വേണ്ടടാ, എനിക്ക് എന്റെ എല്ലാ സമ്പത്തും അല്ലാഹുവിന്റെ ദീനിനേക്കാൾ വലുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമ്പാദ്യം മുഴുവനും മക്കക്കാർക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നുപോയ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ മറക്കല്ലേ. മഹാന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മറളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിലാണ് ഖുർആൻ ആയത്തിറങ്ങുന്നത്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു, അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ഇബ്തിഗാഅ മറളാത്തില്ലാഹ് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമ്പത്തുകളല്ല, സമ്പാദ്യങ്ങളല്ല, നേട്ടങ്ങളല്ല, ശരീരങ്ങളെയല്ല, ദുനിയാവിലെ കച്ചവടം ചെയ്തവരാരാണോ? വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു അടിമകളെ കൊണ്ട് അറിയുന്നവനാ, അല്ലാഹു എല്ലാം കൊടുക്കുന്നവനാ, അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നവനാ, അല്ലാഹു മയം കാണിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സമ്പത്തല്ല ദീനിന്റെ പ്രമാണം, അല്ലാഹുവിന്റെ പൊരുത്തമാ, അല്ലാഹുവിന്റെ ഗുരുത്തമാ, അല്ലാഹുവിന്റെ സ്വർഗമാണെന്ന് മറക്കല്ലേ. ആ സ്വർഗത്തിന് വേണ്ടി സമ്പത്തിനെ നമ്മൾ ഹറാമായ മാർഗത്തിൽ ചിലവഴിക്കല്ലേ. എന്തേ നിങ്ങൾ കല്യാണം നടത്തുമ്പോ, വീടിന്റെ പാല് കാഴ്ച നടത്തുമ്പോ, നിങ്ങളുടെ മക്കളുടെ ഓരോ ഫംഗ്ഷനുകൾ നടത്തുമ്പോ ഉസ്താദുമാരെ ഹറാമിനെതിരെ പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത് എന്തിനാ? അത് ഉസ്താദിന് സമ്പത്തില്ലാത്തതിന്റെ അസൂയയല്ല. നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന്റെ പേരിൽ മഞ്ഞ കല്യാണവും പച്ച കല്യാണവും അങ്ങനെ തുടങ്ങി ഹറാമിയത്തിന്റെ പേക്കൂത്തുകൾക്കല്ല മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത്, കോടിക്കണക്കാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോ അത് എത്രയോ പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്തോളൂ, അത് പ്രശ്നമല്ല. അതിനെതിരെ ഉസ്താദുമാര് സംസാരിക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് എന്റെ മകൾക്ക് ചിലവഴിക്കുന്നത് ഏത് മൊയ്ലിയാർക്ക് എന്ത് പ്രശ്നമാണെന്ന് പറയുന്നവര്, അള്ളാഹുവിന്റെ ദീനില് സമ്പത്ത് ചിലവഴിക്കുമ്പോ കണക്കുള്ളതാ, അത് അള്ളാഹുവിന്റെ കോപം വരുന്നതാ, അള്ളാന്റെ നരകം വാങ്ങിത്തരുന്നതാ. നിങ്ങളുടെ സമ്പത്തിനെ ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹു താറുമാറാക്കുന്നതാ. അത് വേണ്ടാതിരിക്കാൻ, അത് വരാതിരിക്കാനുള്ള ഗുണപാഠത്തിനാണ് ഉസ്താദുമാരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് മറക്കല്ലേ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്ത് അള്ളാഹുവേ നീ ബറക്കത്ത് തരണയല്ലാ. ആ ബറക്കത്തുള്ള സമ്പത്തിൽ നിന്ന് നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഭാഗ്യം തരണേ അല്ലോ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എവിടെ വേണോ ചിലവഴിച്ചോളും. പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്ത് അത് നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് വഴിയുന്ന സമ്പത്താണ്, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ ചോദ്യമാണ്. കേൾക്കിൻ, അള്ളാഹുവിന്റെ ചോദ്യം. നമ്മള് നരകമോചനം ആഗ്രഹിക്കുന്നവരാ, നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നവരാ. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ വിശ്വാസികളോട്, വിശ്വാസിനികളോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ ബദറും തീരം പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാരെ ഒന്ന് മനസ്സു തുറന്നൊന്ന് കേൾക്കുവോ? വാപ്പമാരെ നിങ്ങൾ കൽബ് തുറന്ന് കേൾക്കേണ്ട ചോദ്യമാണ്. അള്ളാഹു സൂറത്തിലൂടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലകും അലാ തിജാറത്തിൻ
തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. പരിശുദ്ധമായ റമദാനിലെ ഈ ബദരം ദീനം പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ഖുർആന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകമോചനം വേണോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് കരഗതമാക്കണോ? ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ റൂഹിനെ പിടിക്കുമ്പോ സങ്കടത്തോടെ നൊമ്പരത്തോടെ മരിക്കാതിരിക്കണോ? നിങ്ങളോട് പരിശുദ്ധമായ മലക്കുകൾ പറയൂലേ, അല്ലാ തഖാഫു വലാ തഹ്സനു. വാപ്പാ, നിങ്ങൾ കരയേണ്ടവരല്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടവരല്ല, നിങ്ങൾ വേദനിക്കേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾക്ക് നരകമോചനം കിട്ടുന്ന ഒരു കച്ചവടത്തെ ഞാൻ പരിചയപ്പെടുത്തി തരണോ? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ സഹോദര, വിശ്വാസികളായ സഹോദരി, ഉമ്മമാരെ കേൾക്കുക. ഹല്ലദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തിന്റെ മേലെ ഞാൻ അറിയിച്ചു തരട്ടെയോ? ആ കച്ചവടത്തിന്റെ ലാഭം എന്താ? തുൻജീകും മിൻ അദാബിൻ അലീം, നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കിട്ടൂല. എന്താണെന്നറിയോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കല, മുത്ത് നബിയെ കൊണ്ട് വിശ്വസിക്കല. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കല, ധർമ്മസമരം നടത്തല. ബി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ പ്രവർത്തിക്കല. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ഇക്കാര്യം പ്രവർത്തിച്ച ഇതിനേക്കാൾ വലിയൊരു നേട്ടമില്ല, ഇതിനേക്കാൾ ബെനഫിറ്റായ മറ്റൊന്നില്ല, ഇതിനേക്കാൾ ലാഭകരമായ ഒരു കച്ചവടമില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വലിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ആരുടെ എങ്ങനെ കയ്യെ കൊണ്ടുവന്നിട്ട് അവസാന ബിസിനസ് പൊളിഞ്ഞു ഉസ്താദെ, നിങ്ങൾ ദ്വാരക്കണം, ആത്മഹത്യ അല്ലാതെ വഴിയില്ല, നിങ്ങൾ പറയണ്ട. മണി ചെയിനിൽ കൊണ്ടുചെന്ന് പൈസ കിട്ടി എത്രയോ ആളുകൾ സങ്കടത്തോടെ നൊമ്പരത്തോടെ കഴിയാണ്. കോടിക്കണക്കിന് രൂപകൾ. അല്ലാഹു അവർക്കൊക്കെ എത്രയും വേഗം പൈസകളൊക്കെ തിരിച്ചു കിട്ടുമാറാകട്ടെ. ചിന്തിക്ക്, അല്പലാഭം നമ്മൾ നോക്കണം. എന്നാൽ ഖുർആൻ പറയുന്ന ഒരു ലാഭമുണ്ട്. ഖുർആൻ പറയുന്ന ഒരു ലാഭത്തിന്റെ കച്ചവടം അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു അങ്ങനെ കച്ചവടം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അമല് വേണോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അല്ലാഹനെ കൊണ്ടും മുത്തുനബിയെ കൊണ്ടും നിങ്ങളൊന്ന് വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, നിങ്ങളുടെ ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ഈ പ്രവർത്തിച്ചാൽ ഇതിനേക്കാൾ മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ വിചാരിക്കണ സ്വതക്ക കൊടുത്താൽ കുറയൂല. സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുത്താൽ കുറയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താ? നമ്മൾ വിചാരിക്കണ കൊടുത്താൽ കുറയുന്ന ഇല്ല ഉമ്മമാരെ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ സൂറത്തുൽ ബഖറയിലെ 261 ആയത്തിന്റെ അർത്ഥം പറയണത് എന്താണെന്നറിയോ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അൻബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ ഒന്ന് കൊടുത്താൽ അള്ളാഹു ഒന്നിനിരട്ടി അല്ലാഹു തരണേ. അലിയാരി തങ്ങള് ഫാത്തിമ